എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 37-ാം ദിവസം. ശിവയോഗി മാഹാത്മ്യം പാരായണം തുടരുന്നു. ഓം നമ ശിവായ. ശിവന്റെ പരീക്ഷ. ഘടകമണി മകുടധരൻ അതിസുഭകലീലയാ കാന്തയോടൊന്നിച്ചുമേവും ദശാന്തരെ നിജജനകൻ അമരവരപുരിയിലധിവാസനായി നിശേഷഭൂഭാരമൊക്കെ തനിക്കുമായി. ഒരു ദിവസം അവനിപതി നിശത നൃപപുത്രിയോടൊന്നിച്ചു കാനനം ബുക്കു രമിച്ചിതു. വനകുസുമലതകളുടെ നടുവിൽ മരുവും വിധവു വന്നു വസന്തവും മന്ദപാദങ്ങളും പരിചിനൊടു വിഗജ നവകുസുമ കുലസുന്ദരം പ്ലാശും മുരുക്കും കുരുക്കുത്തിമുല്ലയും സിതകുസുമ സരസതര മധുമണിയും ഇയെന്നൊരു സിന്ധുവാരങ്ങളും പൂത്തു നിരക്കവേ. കിളികൾ പല കുയിലുകളും അളികളുടെ കൂട്ടവും ക്രീഡിച്ചു തേന്മാവു തോറും നിറഞ്ഞിതു. വിരഹിജനം അകതളിരിൽ എരിപൊരി വളർത്തുവാൻ വീശുന്നു മെല്ലവേ ചന്ദനത്തെന്നലും കമലമധുപരിമളവും അളികളുടെ നാദവും കാമികൾക്കുള്ളഴിഞ്ഞിടുവാൻ കാരണം. അലർശരന് വിരവിനോട് തുടുതുടയ ശോകങ്ങളാശ്രയം ആശയം അസ്ത്രങ്ങളേറ്റം ജ്വലിച്ചിതു. മലയരികിലമരും ഒരു കലകളിത അതികൗതുകം മാൻപേടമാരോടു കൂടിക്കളിച്ചിതു. കൃതവിവിധ മദനരതി കലഹരസ സുന്ദരം കൃഷ്ണസാരങ്ങളും ക്രീഡിച്ചു മേവിനാർ. പനിമതിയുമുദിതം മദനപടനായകൻ പാരിടം മെല്ലെ ജയിപ്പാൻ തുടർന്നിതു. തരുണിയുടെ കരളടിയിൽ അമരും അഭിമാനവും താനേ ചുരുങ്ങിത്തുടങ്ങി തദന്തരേ. ലളിതതര നളിന ശരപടലികൾ തനിക്കുടൻ ലാക്കായിരിക്കാലമൊക്കെയും ദേഹികൾ. അത് സമയം ഒരു ധരണീസുരനും മതപത്നിയും അന്യോന്യരാകേണ കേളിയാടും വിധവും. ഘനകഠിന നിധനം ഒരു ഗിരിഗുഹയിൽ നിന്നുടൻ ഘോരമാം വ്യാഘ്രം പിടിപ്പാനൊരുങ്ങിനാൻ. ദ്വിജവരനും അവനുடைய ദൈതയും ഉദഗ്രനാം ദീപിയെ കണ്ടു ഭയപ്പെട്ടു മണ്ടിനാർ. വലിയ പുലി വിരവിനോട് പടലുകൾ തകർത്തുടൻ വായും കിളർന്നു വന്നിടിനാൻ. അവനിസുരൻ അർജുനോട് പരവശത കാരണാൽ അയ്യോ മഹാരാജ രക്ഷിക്ക ശരണമിക സകല ജനഭക്ഷിയാം ശാർദൂലമെത്തിപ്പിടിക്കുന്നു ഞങ്ങളെ. അതികരുണമിതി പലതും അവനീസുരനോദിനാൻ. അസ്ത്രമെടുത്തു തൊടുത്തു നരേന്ദ്രനും ശിതവിശികം അവനിപതി പുലിയുടെ കളേപരെ ശീഘ്രം പ്രയോഗിച്ചു പിന്നെയും പരുഷതരം അവനുടലിൽ അത് തറച്ചില പാറപ്പുറത്തെയ്ത മൊട്ടമ്പ് പോലെയായി. വിരവിനോട് പെരിയ തടിയുടയ പുലി വന്നുടൻ വിപ്രന്റെ പത്നിയെ കൊണ്ടുപോയിടിനാൻ. ധരണിസുരൻ അത് പൊഴുതു ബഹുവിധ വിലാപവാൻ ധാത്രീശനോട് പറഞ്ഞു തുടങ്ങിനാൻ. ഉചിതമിത് ജലഹൃദയ നരവര നിനക്കെടോ ഊക്കുള്ള ബാണങ്ങളെങ്ങ് പോയി മന്നവ. കമലമുഖി മഹരമണി ഇവളോട് പിരിഞ്ഞു ഞാൻ കാൽക്ഷണം ജീവിച്ചിരിക്കയില്ലോർക്ക നീ. ഖലമനുജകുലതിലക കുടില ശട നിന്നുടെ ഖഡ്ഗവും ശംഖും കളഞ്ഞു പോയോ ജള. വളരെ വരികരികളോട് സദൃശ ഭുജവീര്യവും വർദ്ധിച്ച ശൗര്യവും നിഷ്ഫലം പ്രജകളുടെ പരവശകൾ അറിവതിനശക്തരാം പ്രാകൃതന്മാർക്കെന്ത് രാജത്വ ഗൗരവം. അതികലരും അരജനുടെ ജീവിതം അയ്യോ മഹാകഷ്ടം ഊഴിക്കനർത്ഥമാം. മനതളിരിലൊരു കരുണനഹിനഹി നിനക്കിടോ മാനവാധീശ്വ മഹാദുഷ്ടനേഷ നീ. അപരനരവിധുരഗതി ചരിതമറിയാത്ത നീ ആർക്കു വേണ്ടിയിട്ടു ജീവിക്കുന്നു സുന്ദര. മമരമണിയുടെ മരണം അരികിലിഹ നിന്നു നീ മാനിനിയോടെ രസിച്ചു കണ്ടീലയോ. വിപിന മൃഗഹനനമതും അരജനരുതാത്തതോ വിപ്രനെ പാലിക്ക യോഗ്യമല്ലെന്നതോ. അരികളുടെ ഉടലത് തകർത്തിടും അസ്ത്രപ്രയോഗം മറന്നു പോയോ ഭവാൻ. ഉലകിലിഹ പൊലിമയോട് വലിയ ശിവഭക്തനെന്നുള്ളൊരു ഭാവം ത്യജിച്ചു കൊൾക ഭവാൻ. ധരണിസുരനുടെ വചനമിതി സപതി കേട്ടുടൻ ധാത്രീശനെത്രയും പാരം വിഷണ്ണനായി. നളിനശരതനത ഹനന അഖില ഭുവനേശ്വരൻ നമ്മെ ത്യജിച്ചിതോ പാർവതീ വല്ലഭൻ. ബലമുടയ മമ വിശിഹമിക വിഫലമാകയാൽ ബ്രഹ്മഹത്യാദോഷമെങ്കലായി ദൃഢം. മരണമുടനുചിതമിഹ മമ നിയമിത്തരം മാനസേ ചിന്തിച്ചു ചൊന്നാൻ മഹീപതി. ധരണിസുരകുലതിലക തവ ചരണ പങ്കജേ ധർമ്മചിന്താമണേ കൂപ്പിടുന്നേനഹം. മമ പിഴകൾ അഖിലമിഹ കനിവോടു പൊറുക്ക നീ മൽബാണമിക്കാലമേവം വൃഥാഫലം.
ധനവുമിഹ ജനവുമുടൻ അഖില സുഖസാരവും ധാത്രീശഭാവവും നൽകുന്നതുണ്ട് ഞാൻ. സകല ധനവിഭവം ഇതുവരവോട് തരുന്നു ഞാൻ. സർവാപരാസം ക്ഷമിച്ചു കൊള്ളുക ഭവാൻ. ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.